ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുധപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 11-ാം സ്കന്ധം അധ്യായം 10 കാമ്യകർമ്മത്തിന്റെ സ്വഭാവം എന്ന അധ്യായത്തിൽ വിശദമായിട്ട് നമുക്ക് നോക്കാം. അതായത് ഈ അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജൈമിനിയുടെ തത്വശാസ്ത്രത്തെ ഖണ്ഡിക്കുകയും ഭൗതിക ശരീരത്തിനുള്ളിൽ ബന്ധിതനായ ജീവാത്മാവിന് വിശുദ്ധമായ അതീന്ദ്രിയജ്ഞാനം എപ്രകാരം അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുമെന്ന് ഉദ്ധവന് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വൈഷ്ണവൻ അഥവാ ഭഗവാൻ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചവൻ പഞ്ചരാത്രത്തിലും മറ്റു വേദശാസ്ത്രങ്ങളിലും കാണുന്ന നിയമങ്ങളും ക്രമങ്ങളും പാലിക്കണം. അയാളുടെ സ്വാഭാവിക ഗുണങ്ങൾക്കനുസരിച്ച് അവൻ വർണ്ണാശ്രമ ധർമ്മം യാതൊരു അന്തരോദ്ദേശവുമില്ലാതെ പിന്തുടരുകയും വേണം. ഒരുവൻ തന്റെ മനോബുദ്ധി ഇന്ദ്രിയങ്ങളിലൂടെ ആർജിക്കുന്ന ജ്ഞാനമെന്ന് പറയപ്പെടുന്നത് ഇന്ദ്രിയ ആസ്വാദനത്തിൽ ആസക്തനായ ഒരു വ്യക്തി നിദ്രയിൽ കാണുന്ന സ്വപ്നമെന്ന പോലെ ഉപയോഗശൂന്യമാണ്. അതുകൊണ്ട് ഒരുവൻ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയുള്ള കർമ്മം ഉപേക്ഷിക്കുകയും കർത്തവ്യം എന്ന നിലയിൽ കർമ്മത്തെ സ്വീകരിക്കുകയും ചെയ്യണം. ഒരുവൻ ആത്മാവിന്റെ സത്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കി കഴിയുമ്പോൾ കർത്തവ്യം എന്ന നിലയിൽ നിർവഹിക്കുന്ന കർമ്മം ഉപേക്ഷിക്കുകയും ഭഗവാന്റെ പ്രത്യക്ഷ പ്രതിനിധിയായ യഥാർത്ഥ ആത്മീയ ഗുരുവിന്റെ സേവനത്തിൽ മുഴുകുകയും ചെയ്യണം. ഭൃത്യന് തന്റെ ഗുരുവിനോട് ദൃഢമായ സ്നേഹമുണ്ടായിരിക്കണം. നിരപേക്ഷ സത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് അറിവ് നേടാൻ ആകാംക്ഷയുള്ളവനും ആയിരിക്കണം. അസൂയയും വിഡ്ഢിത്തം പറയുന്ന പ്രവണതയും ഇല്ലാത്തവനും ആയിരിക്കണം. ആത്മാവ് സ്ഥൂലവും സൂക്ഷ്മവുമായ ഭൗതിക ശരീരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ആത്മാവ് തന്റെ പൂർവ്വകർമ്മങ്ങളുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ ആത്മീയ ഗുരുവിന് മാത്രമേ ആത്മാവിനെ കുറിച്ചുള്ള വിശുദ്ധമായ ജ്ഞാനം ശിഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ജൈമിനിയുടെ അനുയായികളും നിരീശ്വരവാദികളായ മറ്റ് തത്വജ്ഞാനികളും ക്രമീകൃതമായ ഭൗതിക കർമ്മത്തെ ജീവിതത്തിന്റെ ലക്ഷ്യമായി അംഗീകരിക്കുന്നു. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതിനെ ശരീര സംബന്ധനായ ആത്മാവ് ഭൗതിക കാലഖണ്ഡവുമായി സമ്പർക്കപ്പെട്ട് സ്വയം ജനന മരണങ്ങളുടെ നിരന്തര ശൃംഖലയിൽ അകപ്പെടുന്നത് മൂലമാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. അതിന്റെ പരിണത ഫലങ്ങളായ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ നിർബന്ധിതനായി തീരുന്നത് എങ്ങനെയെന്ന് ഭഗവാൻ വിശദീകരിക്കുന്നു. ഈ വിധത്തിൽ കർമ്മങ്ങളുടെ ഫലത്തിൽ ആകർഷണമുള്ള ജീവന് വാസ്തവികമായ എന്തെങ്കിലും ലക്ഷ്യം നേടാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. യജ്ഞാചരണത്തിലൂടെ ആർജിക്കുന്ന സ്വർഗത്തിലെയും മറ്റു പ്രാപ്യസ്ഥാനങ്ങളിലെയും സന്തുഷ്ടി ഹ്രസ്വകാലത്തേക്ക് മാത്രമേ അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. ആസ്വാദനം അവസാനിക്കുമ്പോൾ അവൻ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിക്കാൻ നശ്വരമായ ഈ മണ്ഡലത്തിലേക്ക് മടങ്ങി വരിക തന്നെ വേണം. ഭൗതികതയുടെ പാതയിൽ തീർച്ചയായും നിർവിഘ്നമായ അഥവാ സ്വാഭാവികമായ സന്തോഷമേ ഇല്ല തന്നെ. ഇവിടെ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ ഉദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, വൈദിക ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും ഉപാസനകാണ്ഡവും ഒക്കെ പരിശീലിക്കുന്ന ഒരാള് മോക്ഷാർത്ഥമായിട്ട് ഈ ഭൗതിക ലോകത്തിൽ തന്നെയാണ് വസിക്കേണ്ടി വരിക. അങ്ങനെ സ്വർഗലോകത്ത് വസിക്കേണ്ടി വന്നാലും ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, അതായത് പുണ്യങ്ങൾ ക്ഷയിച്ചു കഴിയുമ്പോൾ വീണ്ടും മർത്യലോകത്ത് വന്ന് ജനന മരണ കുരുക്കുകളിൽ പെടണം. അപ്പോൾ എന്നേക്കുമായിട്ട് ഈ ഭൗതിക ലോകത്ത് നിന്ന് വിടുതൽ നേടിയെങ്കിൽ മാത്രമേ യഥാർത്ഥ മോക്ഷമായ വൈകുണ്ഠ ലോക പ്രാപ്തി അല്ലെങ്കിൽ ഗോലോക വൃന്ദാവന പ്രാപ്തി ഒക്കെ നേടാൻ സാധിക്കൂ. അതിന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ഭാഗവത ധർമ്മം ഫോളോ ചെയ്യണം.
അത് എപ്രകാരം എന്നാണ് ഇവിടെ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 1 പറയുന്നു, ഭഗവാൻ പറയുന്നു, ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനാൽ പറയപ്പെട്ട ഭക്തിയുത സേവനത്തിൽ ശ്രദ്ധാപൂർവം മനസ്സുറപ്പിച്ച് അകാമനായി വർണ്ണാശ്രമ ധർമ്മമെന്ന് വിളിക്കപ്പെടുന്ന സാമൂഹികവും തൊഴിൽപരവുമായ വ്യവസ്ഥ ആചരിച്ച് ജീവിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത്, ശ്ലോകം 2 പറയുന്നത്, ബദ്ധാത്മാക്കളായ ദേഹികൾ വിഷയലോലുപരും അത്തരം വസ്തുക്കളെ സത്യമെന്ന നിലയിൽ തെറ്റായി സ്വീകരിക്കുന്നത് മൂലം അവരുടെ എല്ലാ ഉദ്യമങ്ങളും പരാജയത്തിൽ കലാശിക്കുമെന്നും ഒരു വിശുദ്ധ ആത്മാവ് തിരിച്ചറിയണം. അപ്പൊ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാല്, നമുക്ക് ശരിക്കും ദേഹവും ദേഹിയും ഉണ്ട് എന്നത് സത്യമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഈ ദേഹത്തെ സംബന്ധിച്ച കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അത് ഇന്ദ്രിയ ആസ്വാദനത്തിലേക്ക് പോകുന്നത്. എന്നാൽ ആത്മാവിനെ സംബന്ധിച്ചുള്ള കർമ്മമാവുമ്പോൾ അത് അതീന്ദ്രിയമായി മാറും. കാരണം ആത്മാവെന്ന് പറയുന്നത് അതീന്ദ്രനായിട്ടുള്ള ഭഗവാന്റെ അംശമാണ്. അങ്ങനെ ഭഗവാന്റെ അംശമായ അതീന്ദ്രനായിട്ടുള്ള നമ്മുടെ ആത്മാവ്, അതാണ് ഞാൻ. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാവാണ്, അല്ലാതെ ഈ കാണുന്ന ശരീരമല്ല എന്ന് തിരിച്ചറിയണം. അതാണ് ഒന്നാമത്തെ അതീന്ദ്രിയ ജ്ഞാനം. ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ് എന്ന സത്യം തിരിച്ചറിയുന്നിടത്താണ് ഒരു യഥാർത്ഥ മനുഷ്യൻ ഭക്തിയുത സേവനത്തിലേക്ക് അല്ലെങ്കിൽ ആത്മാവിന് വേണ്ടി ഉതകുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് സാരം. അപ്പോൾ ശ്ലോകം 3 പറയുന്നു, ഉറങ്ങുന്ന ഒരുവൻ വിഷയസുഖങ്ങൾ സ്വപ്നത്തിൽ ദർശിച്ചേക്കാമെങ്കിലും അവയെല്ലാം കേവലം മനോരഥങ്ങളായി മാറുന്നു. അതുപോലെ സ്വന്തം ആത്മസ്വരൂപത്തെക്കുറിച്ച് നിദ്രാവസ്ഥയിലായ ജീവസത്തയും ധാരാളം ഇന്ദ്രിയ വസ്തുക്കളെ കാണുന്നു. ഇവയെല്ലാം മായാശക്തിയുടെ സൃഷ്ടികളും അനിത്യവുമാണ്. ഇന്ദ്രിയങ്ങളുടെ വശീകരണത്താൽ അവയെ ധ്യാനിക്കുന്ന ഒരുവൻ വാസ്തവത്തിൽ ബുദ്ധിയെ വൃഥാ അവയിൽ വ്യാപൃതമാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളാൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നു. ആ ആത്മാവിന് ഈ ശരീരത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന പ്രവൃത്തികളുടെ പരിണത ഫലം അനുഭവിക്കാനും ഇടയാകുന്നു. അങ്ങനെയാണ് ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അടുത്ത ജന്മത്തിലും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതിന് ഉതകുന്ന ശരീരമായിരിക്കും ഈ ആത്മാവിന് ലഭിക്കുക. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ആത്മാവിന് വേണ്ടി ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് അതീന്ദ്രിയമാവുകയും അതിൻ്റെ പരിണത ഫലമായി നമുക്ക് അകാമത്തിൽ അല്ലെങ്കിൽ നിഷ്കാമ കർമ്മത്തിൽ ഏർപ്പെടാനും സാധിക്കുമ്പോൾ മാത്രമേ ഈ ശരീരത്തിൽ അല്ലെങ്കിൽ ശരീര സംബന്ധിയായിട്ടുള്ള ഭൗതികമായിട്ടുള്ള വിടുതൽ നേടി എന്നേക്കുമായിട്ട് അതീന്ദ്രിയധാമത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ, മോക്ഷാർത്ഥമായിട്ട് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിനായി നമ്മൾ നിഷ്കാമ കർമ്മം ചെയ്യണം എന്നാണ് ഇപ്പോൾ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 4 പറയുന്നു, എന്നെ ജീവിത ലക്ഷ്യമായി ഭഗവാനെ ജീവിത ലക്ഷ്യമായി മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരുവൻ ഫലോദ്ദിഷ്ട കർമ്മങ്ങൾ ത്യജിക്കുകയും നിവൃത്തിക്കുള്ള ക്രമീകൃത തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന കർമ്മങ്ങൾ നിർവഹിക്കുകയും വേണം. എന്നാൽ ആത്മാവിന്റെ ആത്യന്തികമായ സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പൂർണ്ണമായി മുഴുകുമ്പോൾ ശാസ്ത്രങ്ങളിലെ കാമ്യകർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ആജ്ഞകൾ സ്വീകരിക്കരുത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ സർവധർമാൻ പരിത്യേജ്യ മാമേകം ശരണം വ്രജ, അതെങ്ങനെ സാധ്യമാകും എന്നാണ് ഇവിടെ പറയുന്നത്. സർവധർമാൻ പരിത്യേജ്യ എന്ന് പറഞ്ഞാൽ സർവധർമ്മങ്ങളും പരിത്യജിക്കാൻ. ഏത് ധർമ്മമാണ് പരിത്യജിക്കേണ്ടത്? ഈ സർവധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡയിൽ ഉദ്ദേശിക്കുന്ന ധർമ്മങ്ങൾ. അവിടെ കർമ്മകാണ്ഡയിൽ പറയുന്നത് 33 ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് പറയുന്നത്. അവയാണ് ധർമ്മമായിട്ട് കർമ്മികൾ അനുഷ്ഠിക്കുന്നത്. ആ ധർമ്മങ്ങൾ ആചരിച്ച് ജീവിക്കുന്ന ഒരു കർമ്മി മോക്ഷാർത്ഥമായിട്ട് സ്വർഗലോകത്താണ് എത്തിപ്പെടുക. ദേവി ദേവന്മാരുടെ പ്രാപ്യസ്ഥാനം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. ആ മനുഷ്യൻ വീണ്ടും അവിടുത്തെ പുണ്യങ്ങളെല്ലാം ക്ഷയിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പുണ്യഫലങ്ങൾ ഇല്ലാതായി തീരുമ്പോൾ, അനുഭവിച്ച് തീരുമ്പോൾ വീണ്ടും ഈ ഭൗതിക ലോകത്തുള്ള മർത്യലോകത്ത് ഭൂലോകത്ത് വന്ന് ജന്മമെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന എന്തെന്നാൽ കാമ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ ഫലോദ്ദിഷ്ട കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാതെ യഥാർത്ഥത്തിൽ ഭഗവാനായിക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അത് എപ്രകാരം സാധ്യമാകുമെന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ ഭാഗവതത്തിലുടനീളം കാണാൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ അംബരീഷ് മഹാരാജാവ്, അദ്ദേഹം ഒരു ചക്രവർത്തിയായിരുന്നു, രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളായിരുന്നു. ഒരു രാജാവിന് അത് സാധ്യമാവുമെങ്കിൽ
ഒരു സാധാരണ പ്രജയായ നമ്മൾക്കും സാധ്യമാകില്ലേ? അതാണ് ഇവിടെ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുവന്റെ ദൈനംദിന പ്രവൃത്തികൾ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാനിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കും. അപ്രകാരം ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഇന്ദ്രിയ ആസക്തി കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാണ്ടായി തീരും. പകരം അതീന്ദ്രനായിട്ടുള്ള ഭഗവാനെ സേവിക്കുവാൻ തൽപരനായി മാറും. അതിനുള്ള ഓരോ ചവിട്ടുപടിയാണ് ഓരോ ശ്ലോകത്തിലൂടെയും ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാനെ ജീവിതത്തിന്റെ പരമോന്നത ലക്ഷ്യമായി സ്വീകരിച്ചിട്ടുള്ള ഒരുവൻ പാപകർമ്മങ്ങൾ വിലക്കുന്ന ശാസ്ത്രശാസനകൾ കർശനമായി പാലിക്കണം. അതായത് പാപകർമ്മങ്ങൾ എന്തായാലും ഒരുവൻ ഒഴിവാക്കിയേ തീരൂ. പാപങ്ങൾ ചെയ്യാൻ പാടില്ല തന്നെ. എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അത് എപ്രകാരം എന്നതും നമ്മൾ ആലോചിക്കണം. ശുചിത്വം തുടങ്ങിയതുപോലുള്ള ലളിതമായ നിയമങ്ങളും നിർവഹിക്കുക തന്നെ വേണം. ആത്യന്തികമായി ഭഗവാനെ യഥാരൂപത്തിൽ അറിയുന്നവനും പ്രശാന്തനും ആധ്യാത്മികമായ ഉത്കർഷത്തിലൂടെ ഭഗവാനിൽ നിന്ന് അഭിന്നനുമായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. അപ്പോൾ ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി ഒരു ആത്മീയ ആനന്ദം അനുഭവിക്കുന്ന ഒരു ഗുരു സമ്പ്രദായത്തിലൂടെ പകർന്നു വന്ന ഒരു ആത്മീയ ആചാര്യനെ സമീപിക്കണം എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ട് തന്നെ കാണണം. ഒരു ആത്മീയ ആചാര്യൻ ഗുരു സമ്പ്രദായത്തിൽ കണക്റ്റഡ് ആണോ എന്നാണ് നമ്മൾ അന്വേഷിച്ചറിയേണ്ടത്. ഗുരു പരമ്പരയിലൂടെ പകർന്നു വരുന്ന ഒരു ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം ഭഗവാനിൽ നിന്ന് ഗുരു പരമ്പരയിലൂടെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടുന്ന ആ ജ്ഞാനം ആത്മീയ ഗുരുവിന് മാത്രമേ, അല്ലെങ്കിൽ അതീന്ദ്രനായിട്ടുള്ള ഭഗവാനെ സേവ ചെയ്യുന്ന യഥാർത്ഥ ഗുരുവിന് മാത്രമേ നമ്മൾക്ക് ആ സത്യം പകർന്നു തരാൻ സാധിക്കൂ. അങ്ങനെയുള്ള ഒരു ഭഗവാനെ സേവ ചെയ്യാൻ നമ്മൾ തൽപരരാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ക്രമേണ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കും എന്നതാണ് സത്യം. നിരപേക്ഷ സത്യത്തെക്കുറിച്ച് അവ്യക്തിഗത സങ്കല്പത്തിലുള്ള ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സാധ്യത അന്വേഷിക്കേണ്ടതില്ല. അതായത് അവ്യക്തിഗത സങ്കല്പത്തിൽ വർഷിപ്പ് ചെയ്യുന്ന ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മളും അവ്യക്തവാദികളായി മാറും. അവ്യക്തവാദി എന്ന് പറഞ്ഞാൽ ഭഗവാനെ ശരീരമില്ല എന്ന് സ്ഥാപിക്കുകയാണ് അവിടെ. യഥാർത്ഥത്തിൽ ഭഗവാന് ആത്മീയ ശരീരമാണ് ഉള്ളത്, ഭൗതികമായ ശരീരമല്ല എന്നാണ് ഭഗവാൻ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആത്മീയ ശരീരമുള്ള ഭഗവാനെ ഈ ഭൗതിക നേത്രങ്ങൾ വച്ചിട്ടോ അല്ലെങ്കിൽ ഭൗതികമായ ഇന്ദ്രിയങ്ങൾ വച്ചിട്ടോ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് കാണണമെങ്കിൽ ഒരു ആത്മീയ ഗുരുവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ഒരു ആത്മീയ ഗുരുവിനെ സമീപിക്കണമെങ്കിൽ അദ്ദേഹം ഒരു ഗുരു പരമ്പരയിൽ കണക്റ്റഡ് ആണോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. കാരണം നമുക്ക് ചുറ്റിനും ധാരാളം ഗുരുമാരും സന്യാസിമാരും ഉണ്ട്. ഇവരിൽ ആരാണ് ഉത്തമനായ ഗുരു എന്ന് അന്വേഷിച്ചറിയേണ്ട ബുദ്ധി ഓരോ മനുഷ്യനിലും നിക്ഷിപ്തമാണ്. അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് അവര് അന്വേഷിച്ചറിയുകയും വേണം. നല്ലൊരു ബുദ്ധിമാൻ തീർച്ചയായിട്ടും യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുക തന്നെ ചെയ്യും. ശ്ലോകം 7 പറയുന്നു, ശ്ലോകം 6 പറയുന്നു, ശിഷ്യൻ മിഥ്യാഹങ്കാരമില്ലാത്തവനും താനാണ് പ്രവൃത്തി ചെയ്യുന്നതെന്ന് സ്വയം ചിന്തിക്കാത്തവനും ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും കാരണം ഭൗതിക ലോകത്തിന്റെ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചറാണ് കാരണം എന്ന് തിരിച്ചറിയണം. അതായത് ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ അടിമപ്പെട്ടിട്ടാണ് ഓരോ മനുഷ്യനും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ. അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളാണ് ഓരോ ബദ്ധജീവാത്മാക്കളെയും ബന്ധിപ്പിക്കുന്നത് എന്നർത്ഥം. അതിനനുസരിച്ചാണ് അവൻ ചലിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എന്നാൽ ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് തിരിച്ചറിയണം എന്നാണ് ഇവിടെ പറയുന്നത്. ആലസ്യഹീനനും ഭാര്യ, സന്താനങ്ങൾ, വീട്, സമൂഹം എന്നിവയിലുള്ള ഉടമസ്ഥ അവകാശവും മനസ്സാൽ ഉപേക്ഷിക്കുന്നവൻ ആയിരിക്കണം. അതായത് എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകാൻ ഒരു മനുഷ്യന് സാധിക്കണം എന്ന് സാരം. കാരണം ഒരു മനുഷ്യൻ ഭൗതികമായിട്ട് എന്തൊക്കെ കൂട്ടിക്കുവച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം സ്നേഹിച്ച് സമ്പന്നനാക്കി വച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ സമ്പാദ്യങ്ങൾ കൂട്ടി വച്ചാലും മരണശേഷം ഈ ദേഹം ഉപേക്ഷിക്കുമ്പോൾ ആ ബന്ധങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. ഒരുവൻ തൻ്റെ ഭാര്യയെയും മക്കളെയും അങ്ങേയറ്റത്തെ അകമഴിഞ്ഞ സ്നേഹത്തോടെ സംരക്ഷിച്ച്
കുടുംബസ്ഥനായി കഴിയുമ്പോൾ, ഗൃഹസ്ഥനായി കഴിയുമ്പോൾ ഒരു നാൾ ഇതിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അതോടെ ആ ബന്ധം തീർന്നു. അതിനുശേഷം ആ ഭാര്യ ഇല്ല, അല്ലെങ്കിൽ ഭർത്താവില്ല. ആ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരിക. ഈ പരമസത്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്ന് തിരിച്ചറിയാൻ പറ്റൂ. അങ്ങനെ മറ്റുള്ളവരോടും നമുക്ക് എല്ലാ സഹാനുഭൂതിയും ഉണ്ടാവണം. അസൂയയുടെ ആവശ്യമേ ഇല്ല. ഈ ഭൗതിക ലോകത്ത് നേടുന്നതെല്ലാം നിമിഷ നേരത്തേക്കാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മൾക്കുണ്ടാകുന്ന അസൂയയെല്ലാം താനെ അപ്രത്യക്ഷമാകും. ശ്ലോകം 7 പറയുന്നു, എല്ലാ പരിതസ്ഥിതികളിലും ജീവിതത്തിന്റെ യഥാർത്ഥ ആത്മ താല്പര്യം കാണുകയും തദ്വാര പത്നി, സന്താനങ്ങൾ, വീട്, ഭൂമി, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ധനം മുതലായവയോട് നിസ്സംഗനായി പ്രവർത്തിക്കുവാനും സാധിക്കും. അവരോടുള്ള കടമയെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷെ ആ കടമ ചെയ്യുമ്പോഴെല്ലാം മയ്യ അർപ്പിത മനോർബുദ്ധി, ഭഗവാനിൽ മനസ്സും ബുദ്ധിയെ അർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ എന്നാണ് ഭഗവത്ഗീതയിൽ ഉടനീളം അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതേ ഗീത തന്നെയാണ് ഇപ്പോൾ ഉദ്ധവ ഗീതയായിട്ട് ഉദ്ധവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 8 പറയുന്നു, വിറകിനെ ദഹിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന അഗ്നി വിറകിൽ നിന്ന് ഭിന്നമായിരിക്കുന്നത് പോലെ ശരീരത്തിനുള്ളിൽ സാക്ഷിയായി ഇരുന്ന് സ്വയം പ്രകാശിക്കുന്ന ആത്മാവ് അവബോധത്താൽ പ്രകാശിക്കപ്പെടുന്ന ശരീരത്തിൽ നിന്ന് ഭിന്നനാണ്. അപ്രകാരം ആത്മാവും ശരീരവും വിഭിന്ന സവിശേഷതകളുള്ള വിഭിന്ന സത്തകളാണ് എന്ന് തിരിച്ചറിയണം. അപ്പോ എല്ലാവരും ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിച്ചു കൂട്ടുകയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. എന്നാൽ ഈ ശരീരം മരണത്തോടു കൂടി ഇല്ലാണ്ടാവുകയും അതിനകത്തിരിക്കുന്ന ആത്മാവിന് നാശമില്ല എന്നുള്ളതും മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ആ ആത്മാവാണ്, ഈ ശരീരമല്ല എന്ന ബോധ്യമുണ്ടാവുക. അപ്രകാരം ആ ആത്മാവ് ഈ ശരീരത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽപ്പെട്ട് കർമ്മബന്ധിതരായി ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ മാത്രമേ ആത്മാവിന്റെ നിലനിൽപ്പിനെ പറ്റി നമ്മൾക്ക് ബോധമുണ്ടാവുകയുള്ളൂ. ശരിക്കും ആത്മാവിന്റെ നിലനിൽപ്പിനെ പറ്റി ബോധ്യവാനാവുമ്പോഴാണ് അയാൾക്ക് കൃഷ്ണാവബോധം സിദ്ധിച്ചതായി മനസ്സിലാവുക. കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, മമേ വാംശ ജീവലോക ജീവഭൂത സനാതനാന്ന്. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ് എൻ്റെ അംശമാണ്, ജീവ അംശമാണ് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അംശമായ നാം ഓരോരുത്തരും തീർച്ചയായിട്ടും ഭഗവാനെ പോലെ അതീന്ദ്രിയാവസ്ഥയിൽ കഴിയേണ്ടവരാണ്. എന്നാൽ സന്ദർഭവശാൽ നമ്മളിപ്പോൾ ഭൗതിക അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിന്റെ അകത്തിരിക്കുന്ന ആ ആത്മാവ് ഒരു വിറകിലെ അഗ്നിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അഗ്നി വിറവിലൂടെയാണ് നമുക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ കാണാൻ സാധിക്കുക. എന്നാൽ ആ അഗ്നി വിറകിനെ ഉപേക്ഷിക്കുമ്പോൾ വിറക് വെറും ജഡമായി അല്ലെങ്കിൽ നിഷ്ക്രിയനായിട്ട് കിടക്കും. ആ അഗ്നിയാണ് ആ വിറകിനെ അഗ്നിക്ക് സാക്ഷിയാക്കി അല്ലെങ്കിൽ അഗ്നിക്ക് ഇരയാക്കുമ്പോൾ മാത്രമാണ് ആ വിറക് ജ്വലിക്കുക. അല്ലാത്തപ്പോൾ ആ വിറകിന് ജ്വലിക്കാനാവില്ല. ആ അഗ്നി ഇല്ലാണ്ടായാൽ ആ വിറക് വെറും ജഡം. അതുപോലെ ശരീരത്തിനകത്ത് ഇരിക്കുന്ന ഈ ആത്മാവ് അതിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഈ ശരീരം ജ്വലിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. എപ്പോഴാണോ ആത്മാവ് ഈ ശരീരം വിട്ടു മാറുന്നത് അപ്പോൾ ഈ ശരീരം വെറും വിറകിന്, കത്തിത്തീർന്ന വിറകിന് തുല്യമാകും അല്ലെങ്കിൽ ജഡമാകും എന്ന് സാരം. ഇതാണ് ഏറ്റവും വലിയ സത്യം. ഈ പരമസത്യത്തെ മനസ്സിലാക്കുന്നവൻ മാത്രമാണ് അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് കടക്കുക എന്നതാണ് വാസ്തവം. ആ വലിയ സത്യമാണ്, തത്വമാണ് ഇപ്പോൾ ഉദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ശ്ലോകം 9 പറയുന്നു, അഗ്നി ഇന്ധനത്തിന്റെ ഗുണങ്ങൾക്കനുസരിച്ച് നിഷ്ക്രിയവും പ്രത്യക്ഷവും ദുർബലവും ഉജ്ജ്വലവുമായി വ്യത്യസ്ത നിലകളിൽ കാണപ്പെടുന്നത് പോലെ ആത്മാവ് ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയും പ്രത്യേക ശാരീരിക സവിശേഷതകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അഗ്നിയും വിറകും തമ്മിലുള്ള ബന്ധം വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നത് പോലെ ഇവിടെ പറയാണ്, ഓരോ ശരീരത്തിനകത്ത് ഇരിക്കുന്ന ആത്മാവുകൾ അഗ്നി പലതിൽ കത്തുന്നത് പോലെ, അതായത് ഒന്ന് വിറകിൽ തടിയിൽ കത്തുമ്പോൾ അത് ഒരു പ്രകാരത്തിൽ പ്രകാശിക്കുന്നു. അതേസമയം പേപ്പറുകളിൽ പത്രങ്ങൾ നമ്മൾ കൂട്ടിയിട്ട് കത്തിച്ചാൽ അത് മറ്റൊരു പ്രകാരത്തിൽ പ്രകാശിക്കുന്നു. അതുപോലെ വെടിക്കോപ്പുകളിൽ കത്തിക്കുമ്പോൾ അത് പ്രകാശപൂരിതമായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ പല പല അക്കോർഡിംഗ് ടു ദ ഡിഫറെന്റ് മെറ്റീരിയൽസ്, അതായത് ഭൗതികമായിട്ടുള്ള പല പല വസ്തുക്കളിൽ അഗ്നി എപ്രകാരം പ്രവർത്തിക്കുന്നുവോ അതുപോലെ പല പല ജീവശരീരങ്ങളിൽ
ആ ആത്മാവ് പല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാക്ഷിയാകുന്നു അല്ലെങ്കിൽ ഉത്തരവാദിയാകുന്നു എന്ന് സാരം. ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ശരീരങ്ങൾ മാറി മാറി വരുന്നു, അതുപോലെ അഗ്നിക്ക് ഇരയാകുന്ന മീഡിയം ഡിഫറെന്റ് ആയിട്ട് വരുന്നു, വ്യത്യസ്തപ്പെട്ട് വരുന്നു. എന്നാൽ അഗ്നി സെയിം ആണ്, ഒരേ അഗ്നി തന്നെ. തീപ്പെട്ടിയിൽ നിന്ന് ഉരച്ച് കത്തിക്കുന്ന അതേ അഗ്നി തന്നെ വിളക്കിലേക്കും കൊളുത്താം, പേപ്പറിലേക്കും കത്തിക്കാം, വിറകിലേക്കും കത്തിക്കാം, മണ്ണെണ്ണയിലും കത്തിക്കാം, എവിടെ വേണോ കത്തിക്കാം. കത്തുന്ന വസ്തുക്കളിലെല്ലാം അഗ്നി പകരാൻ സാധിക്കും. അതുപോലെ പക്ഷെ അവരുടെയൊക്കെ പ്രഭാപൂരം വ്യത്യസ്തമായിരിക്കുമെന്ന് തിരിച്ചറിയുക. അങ്ങനെയാണ് സർവ്വജീവജാലങ്ങളിലും, അതായത് പൂച്ചയ്ക്കുള്ളിലും ആത്മാവുണ്ട്, മനുഷ്യന്റെ ശരീരത്തിനുള്ളിലും ആത്മാവുണ്ട്, ആനയുടെ ശരീരത്തിനുള്ളിലും ആത്മാവുണ്ട്, പട്ടിയുടെ ശരീരത്തിനുള്ളിലും ആത്മാവുണ്ട്. ആ ആത്മാവ് ആവരണം ചെയ്തിരിക്കുന്ന ബോഡിക്കനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഭൗതിക ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഈ ആത്മാവ് വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരുന്നത് കർമ്മത്തിന്റെ റിസൾട്ട് അനുഭവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തിയുടെയും റിസൾട്ട് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് സാരം. ഇപ്പോഴാണ് നമ്മൾക്ക് ചിന്തിക്കേണ്ടത് എപ്രകാരം പ്രവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം, എന്ത് ധർമ്മം ആചരിക്കണം എന്ന് ചിന്തിക്കേണ്ടത്. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ തീർച്ചയായും ഇതേപ്പറ്റി ആലോചിക്കേണ്ടതാണ്. അതാണ് വേദാന്ത സൂത്രത്തിലെ ഫസ്റ്റ് ലൈനായ അതാതോ ബ്രഹ്മ ജിജ്ഞാസ. ഒരു ബുദ്ധിമാൻ ബ്രഹ്മത്തെ അറിയാൻ ജിജ്ഞാസു ആയിരിക്കണം എന്ന്. അതിന്റെ രണ്ടാമത്തെ വേദാന്ത സൂത്രത്തിലെ രണ്ടാമത്തെ വരി പറയുന്നത് ജന്മാദിയസ്യ എന്നാണ് തുടങ്ങുന്നത്. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. അത് എപ്രകാരം എന്നാണ് ഭാഗവത്തിൽ ആദ്യത്തെ വരിയിൽ ജന്മാദിയസ്യ എന്ന് തുടങ്ങിക്കൊണ്ട് വ്യാസദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ജന്മാദിയസ്യ യഥോ അന്യയാത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗവതത്തിൽ എല്ലാം നടത്തുന്നത് സാക്ഷാൽ വസുദേവ കൃഷ്ണനാണ് എന്ന് പറഞ്ഞു തരുന്നു. അതായത് ജന്മാദിയസ്യ എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരം ഈസ് ഡൺ ബൈ വസുദേവ കൃഷ്ണ. അതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് വ്യാസദേവൻ തുടങ്ങുന്നത്. അത് ഭഗവാൻ എങ്ങനെ നടത്തപ്പെടുന്നു എന്നാണ് ശ്രീമദ് ഭാഗവത്തിൽ ഉടനീളം വിവരിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവത്തിന്റെ 11-ാം സ്കന്ധം ഉദ്ധവ ഗീത എന്ന് അറിയപ്പെടുന്നത് ആ പരമസത്യത്തെ സാധൂകരിക്കുന്ന വിധം ഭഗവാൻ ഉദ്ധവർക്ക് ഇപ്പോൾ പകർന്നു നൽകിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അതറിയണമെങ്കിൽ, ഭഗവാനെ പറ്റി അറിയണമെങ്കിൽ നാം നമ്മെ പറ്റി അറിയണം. അതുകൊണ്ടാണ് ഇപ്പോൾ നാം ഈ ശരീരമല്ല, അകത്തിരിക്കുന്ന ആത്മാവാണ് എന്ന സത്യം പറഞ്ഞു തരുന്നത്. മാത്രമല്ല ഈ ആത്മസ്ഫുലിംഗം അല്ലെങ്കിൽ ജീവാംശം ഭഗവാന്റെ തന്നെ അംശമാണെന്നും ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങൾ പരമപുരുഷന്റെ ശക്തിയിൽ നിന്ന് വിരചിതമാകുന്ന പ്രകൃതി ഗുണങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നു. ജീവസത്ത സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ ഗുണങ്ങളെ സ്വന്തം പ്രകൃതമായി സ്വീകരിക്കുമ്പോൾ ഭൗതിക അസ്തിത്വവും സംഭവിക്കുന്നു. എന്നാൽ ഈ മായിക അവസ്ഥയെ ജ്ഞാനത്താൽ നശിപ്പിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഈ ഭൗതിക ശരീരത്തിനുള്ളിൽ സൂക്ഷ്മവും സ്ഥൂലവുമായ 2 ശരീരമുണ്ട്, ദേഹവും ദേഹിയും. ആ ദേഹത്തിരിക്കുന്ന ദേഹി ഈ ദേഹമാണ് ഞാനെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതിന്റെ പരിണത ഫലമായി വീണ്ടും വീണ്ടും നമ്മൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ആ ദേഹി തിരിച്ചറിയണം ഈ ദേഹം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമാണെന്നും ഇതിനകത്ത് ഇരുന്നു കൊണ്ട് ഈ പഞ്ചഭൂത ശരീരം പ്രവർത്തിക്കുന്നതിനനുസരിച്ചാണ് എനിക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിനെ അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാകുന്നത്. അതിനാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഈ മായിക ലോകത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അതീന്ദ്രിയാവസ്ഥ പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അതുകൊണ്ട് ഈ അതീന്ദ്രജ്ഞാനത്തിന്റെ പരിപോഷണത്തിലൂടെ ഒരുവൻ തന്നിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ സമീപിക്കണം. കാരണം ഭഗവാനാണ് അതീന്ദ്രനായിട്ടുള്ള ആത്മസ്വരൂപനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, സച്ചിദാനന്ദ വിഗ്രഹൻ. അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തിൽ ഭക്തിയുത സേവന സമർപ്പിച്ചാൽ മാത്രമേ ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മാവിന് എന്നേക്കുമായിട്ട് ആത്മീയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കൂ. ഭഗവാന്റെ വിശുദ്ധമായ അതീന്ദ്രിയ അസ്തിത്വം ഗ്രഹിച്ച് ഒരുവൻ ഭൗതിക ലോകത്തെ സ്വതന്ത്ര യാഥാർത്ഥ്യമായി കാണുന്ന തെറ്റായ കാഴ്ചപ്പാട് ക്രമാനുഗതമായി ഉപേക്ഷിക്കണം. അപ്പൊ ഈ ഭൗതിക ലോകമാണ് യാഥാർത്ഥ്യം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവാത്മാവ് താൻ ഈ ശരീരമല്ല ആത്മാവാണെന്നും
ഈ ആത്മാവ് ഭഗവാൻ, അതീന്ദ്രനായിട്ടുള്ള ഭഗവാന്റെ അംശമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ ഭൗതിക അസ്തിത്വത്തിന്റെ നിർവ്യാജത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ അത് മായയാണെന്ന് തിരിച്ചറിയുക. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതല്ല, ഉള്ളത് തന്നെയാണ്. പക്ഷെ അത് കുറച്ചു കാലത്തേക്ക് മാത്രം, പെർമനന്റ് അല്ല എന്ന് തിരിച്ചറിയണം. അതായത് ഒരു പ്രളയത്തിൽ അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ ഭൗതിക പ്രപഞ്ചം. അപ്പോൾ പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിനെ ചൊല്ലി നമ്മൾ എന്തിനാണ് വൃഥ വ്യാകുലരാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശ്ലോകം 12 നോക്കാം. ആധ്യാത്മിക ഗുരുവിനെ ആദ്യത്തെ അരണിയുമായും ശിഷ്യനെ അതിന് മുകളിലുള്ള അരണിയുമായും ഗുരുവിനാൽ നൽകപ്പെടുന്ന ഉപദേശങ്ങളെ അവയുടെ മധ്യത്തിലുള്ള മൂന്നാമത്തെ അരണിയായും താരതമ്യം ചെയ്യാം. അതായത് ഗുരു ശിഷ്യ ബന്ധം എപ്രകാരം എന്നാണ് ഇവിടെ പറയുന്നത്. ഗുരുവിനാണ് ഭഗവാനെ നമ്മൾക്ക് തരാൻ സാധിക്കുക. ഏതൊരാൾക്കാണോ ഭഗവാന്റെ അതീന്ദ്രിയജ്ഞാനം പകർന്നു നൽകാൻ സാധിക്കുന്നത് അയാളെ ആത്മീയ ഗുരുവായി കാണാം. അപ്രകാരം ആത്മീയ ഗുരുവിനെ നമ്മളൊരു അരണിയായിട്ട് ഉപമിച്ചാൽ മറ്റൊരു അരണിയായിട്ട് ശിഷ്യനെയും കണക്കാക്കാം. എന്നാൽ ഇതിന് രണ്ടും കൂടെ ഉരസിയാൽ അഗ്നിക്ക് ഉണ്ടാകുന്ന ആ അഗ്നി കത്തിപ്പടരാൻ ഉപയോഗിക്കുന്ന കമ്പ് നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി തന്നെയാണ്. അപ്പോ ഇവ മൂന്നും കൂടെ ഉരസുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഗുരുവിന്റെ സമീപനവും ആത്മീയത അന്വേഷിക്കുന്ന ശിഷ്യന്റെ സമീപനവും, ഇത് രണ്ടും രണ്ട് അരണികൾ കടയുന്നതായി സങ്കല്പിച്ചാൽ അതിനിടയിൽ അഗ്നി ഉണ്ടാകും. അഗ്നി സാക്ഷാൽ ഭഗവാനാണ് എന്ന് തിരിച്ചറിയണം. ഈ അഗ്നി അന്ധകാരത്തെ അകറ്റുന്നു എന്ന് സാരം. അപ്പോൾ ഏതൊരു പ്രകാശമാണോ, ഏതൊരു അഗ്നിയാണോ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത്, ആ അഗ്നിയെ പ്രാപിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് സാരം. അതിന് ഒരു ആത്മീയ ഗുരുവാകുന്ന അരണിയുടെയും ആത്മീയ അന്വേഷിക്കുന്ന ഒരു ശിഷ്യന്റെയും സാമീപ്യം അത്യാവശ്യമാണ് എന്ന് സാരം. അവിടെ മാത്രമേ അഗ്നി ജ്വലിക്കുകയുള്ളൂ. ആത്മീയ ആചാര്യനാകുന്ന അരണിയും ശിഷ്യനാകുന്ന അരണിയും തമ്മിൽ ഉരസിയെങ്കിൽ മാത്രമേ, ബന്ധം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ആ അഗ്നിയാകുന്ന ആത്മീയത ഉണ്ടാവുകയുള്ളൂ, പ്രതിഫലിക്കുകയുള്ളൂ. ഹരിപോലെ ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, വിദഗ്ധനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് വിനീതനായി ശ്രവണം ചെയ്യുന്നതിലൂടെ വിദഗ്ധനായ ഒരു ശിഷ്യൻ വിശുദ്ധമായ ജ്ഞാനം പരിപോഷിപ്പിക്കുകയും അത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭൗതിക മായയുടെ ഭീഷണമായ ആക്രമണത്തെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഈ പരിശുദ്ധ ജ്ഞാനം സ്വയം ശമിക്കുന്നു, ഇന്ധനം തീരുമ്പോൾ അഗ്നി ശമിക്കുന്നത് പോലെ. അപ്പോൾ വിദഗ്ധനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ഇപ്രകാരം അതീന്ദ്രിയ ജ്ഞാനം കരസ്ഥമാക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള ജ്ഞാനത്തിന്റെ വില ഇല്ലാതാകുന്നു എന്ന് സാരം. അപ്പോൾ ശ്ലോകം 14-16 പറയുന്നത്, അല്ലയോ പ്രിയപ്പെട്ട ഉദ്ധവ, ഭഗവാൻ ഇപ്രകാരം പരിപൂർണ ജ്ഞാനം ഭവാന് വിശദീകരിച്ചു കഴിഞ്ഞു. എന്റെ നിർണയങ്ങളെ വെല്ലുവിളിക്കുന്ന തത്വജ്ഞാനികൾ ഉണ്ടാകാം. അവർ കാമ്യകർമ്മങ്ങളിൽ മുഴുകുന്നതാണ് ജീവസത്തയുടെ സ്വാഭാവികമായ അവസ്ഥയെന്ന് പറയുകയും അയാളെ കാമ്യകർമ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുഖദുഃഖങ്ങളുടെ ആസ്വാദകനായി കാണുവാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ ഭൗതിക തത്വശാസ്ത്ര പ്രകാരം ലോകം, കാലം, ശാസ്ത്രങ്ങൾ, ആത്മാവ് ഇവയെല്ലാം വൈവിധ്യമുള്ളവയും ശാശ്വതവും രൂപാന്തരീകരണങ്ങളുടെ അനുസ്യൂത പ്രവാഹവുമാണ്. അതിലേറെ ജ്ഞാനം തന്നെ ഏകവും ശാശ്വതവുമല്ല. എന്തെന്നാൽ അവ വസ്തുക്കളുടെ വ്യത്യസ്തവും പരിണാമ വിധേയമായ രൂപങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഭൗതിക ജ്ഞാനമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്രകാരം ആ ഭൗതിക ജ്ഞാനവും അജ്ഞാനമായി തന്നെ കാണണം. കാരണം ഭൗതികമായിട്ടുള്ള ജ്ഞാനം എപ്പോഴും വ്യത്യസ്തമായി മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ അതീന്ദ്രിയ ജ്ഞാനം എന്നും എപ്പോഴും എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ, അതീന്ദ്രനായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. അത് എത്ര കാലം കഴിഞ്ഞാലും പരമസത്യമായി തന്നെ നിലനിൽക്കും. എന്നാൽ ഭൗതികമായിട്ടുള്ള ജ്ഞാനം പലപ്പോഴും സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, സോളാർ സിസ്റ്റത്തിൽ പ്ലൂട്ടോ ഒരു ഗ്രഹമാണെന്ന് കുറെ കാലം നമ്മൾ എല്ലാവരും പഠിച്ചു. അതിനുശേഷം ഭൗതിക ജ്ഞാനം മാറി പറയാണ് പ്ലൂട്ടോ ഒരു ഗ്രഹമല്ലാന്ന്. ഇങ്ങനെയാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഭൗതിക ജ്ഞാനത്തിന്റെ സ്ഥിതി. അപ്പോൾ അത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, അതിന് ഒരു സ്ഥിരതയില്ല. എന്നാൽ സ്ഥിരതയുള്ളത് അതീന്ദ്രിയ ജ്ഞാനത്തിന് മാത്രമാണ്. അത് പറഞ്ഞു തരാൻ ഒരു ആത്മീയ ഗുരുവിന് മാത്രമേ സാധിക്കുകയുമുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, അതീന്ദ്രവാദികളുടെ അല്ലെങ്കിൽ ആത്മീയത അന്വേഷിക്കുന്ന ഒരാളുടെ യഥാർത്ഥ ആചാര്യനായിട്ട്
ഗുരു സമ്പ്രദായത്തിൽ ഭഗവാനിൽ നിന്ന് ജ്ഞാനം പകർന്നു കിട്ടിയ ആ സമ്പ്രദായത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുവനിൽ നിന്നും വേണം ആത്മീയ ജ്ഞാനം ഗ്രഹിക്കാൻ എന്ന്. ശ്ലോകം 17 പറയുന്നു, കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നവൻ നിരന്തരമായ സുഖം കാക്ഷിക്കുമെങ്കിലും പൊതുവെ അസന്തുഷ്ടരാണെന്നും യാദൃശികമായി മാത്രമേ അവർക്ക് സംതൃപ്തരാകാൻ സാധിക്കുകയുള്ളൂ എന്നും നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്രകാരം അവർ സ്വതന്ത്രരല്ലെന്നും അവരുടെ വിധി അവരുടെ നിയന്ത്രണത്തിൽ അല്ലെന്നും മനസ്സിലാക്കാം. ഒരു വ്യക്തി എല്ലായ്പ്പോഴും മറ്റൊരു വ്യക്തിയുടെ ഉന്നത നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ ഫലകാംക്ഷ കർമ്മങ്ങളിൽ നിന്ന് എന്തെങ്കിലും മൂല്യമുള്ള ഫലം ലഭിക്കുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? അതായത് നമ്മൾ ഓരോരുത്തരും ഫലകാംക്ഷികളായിട്ടാണ് കർമ്മം ചെയ്യുന്നത്. റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മം ചെയ്യുള്ളൂ. അപ്പൊ ഈ റിസൾട്ട് വീണ്ടും ജന്മ മരണങ്ങൾക്ക് കാരണമാകും എന്നതാണ് സത്യം. അത് മനസ്സിലാക്കുന്ന ഒരാളാണ് നിഷ്കാമ കർമ്മത്തിലേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും എന്ന് അന്വേഷിക്കുക. നിഷ്കാമ കർമ്മത്തെ പറ്റി ചിന്തിക്കുമ്പോഴാണ് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ റിസൾട്ട് എല്ലാം ഭഗവാനായി സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാവില്ല എന്ന് സാരം. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ബോധ്യമാകുന്നുണ്ട്, ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന നിയതകർമ്മങ്ങൾക്കെല്ലാം റിസൾട്ട് ഭഗവാൻ തന്നെ സ്വീകരിക്കും. ഞങ്ങൾക്കായിട്ട് ഒന്നും ബാക്കി ഉണ്ടാവാത്തതിനാൽ നമുക്ക് ഈ ഭൗതിക ലോകത്ത് ഒന്നും അനുഭവിക്കേണ്ടിയും വരില്ല. അങ്ങനെ എന്നാൽ ഈ ആത്മാവിന് ഭൗതിക ശരീരവും സ്വീകരിക്കേണ്ടി വരില്ല. അതിനർത്ഥം പെർമനന്റ് ആയിട്ട് നമുക്ക് അതീന്ദ്രിയമായിട്ടുള്ള ലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നതാണ്. അതീന്ദ്രിയാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥ ആനന്ദവും അനുഭവിക്കാൻ സാധിക്കൂ. അല്ലാതെ ഈ അശാശ്വതമായിട്ടുള്ള ദുഃഖാലയമായിട്ടുള്ള ഈ ഭൗതിക ലോകത്ത് ഒരിക്കലും പെർമനന്റ് ഹാപ്പിനെസ് അനുഭവിക്കാനേ സാധിക്കില്ല. ആചാര്യന്മാർ പറയുന്നു, യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞാൽ രണ്ട് ദുഃഖങ്ങൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പ് മാത്രമാണ്. അത് ആ സന്തോഷം നിമിഷ നേരത്തേക്കാണ്. അടുത്ത ദുഃഖം വരുമ്പോൾ ആ സന്തോഷം പോയി മറയും. എന്നാൽ അതീന്ദ്രിയധാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പെർമനന്റ് ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കും. അവിടെ എത്തിയെങ്കിൽ മാത്രമേ ആ സന്തോഷം എന്താണെന്ന് അനുഭവിച്ചറിയാനും സാധിക്കുള്ളൂ. അവിടെ എത്താനുള്ള വഴിയാണ് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നീ ഒരു ആത്മീയ ആചാര്യനെ കണ്ടെത്തി അയാളിൽ നിന്ന് ഭക്തിയുത സേവനം ഭഗവാനായി സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ. അപ്പോൾ ഇത് തന്നെയാണ് അർജുനനോടും ഭഗവാൻ പറഞ്ഞത്, മയ്യ അർപ്പിത മനോർബുദ്ധി എന്ന്. ശ്ലോകം 18 പറയുന്നു, ഭൗതിക ലോകത്തിൽ ചിലപ്പോൾ വിദ്വാനായ വ്യക്തി പോലും അസന്തുഷ്ടനായി കാണപ്പെടുന്നു. ചിലപ്പോൾ ഒരു വലിയ മൂഢൻ സന്തുഷ്ടനുമായി കാണും. ഭൗതിക കർമ്മങ്ങൾ വിദഗ്ധമായി നിർവഹിക്കുന്നതിലൂടെ സുഖം നേടാമെന്ന സങ്കല്പം മിഥ്യാഹങ്കാരത്തിലെ നിഷ്ഫലമായ പ്രകടനം മാത്രമാണ് എന്നതാണ് സത്യം. അപ്പോ ചിലപ്പോൾ ഒരു ബുദ്ധി സ്ഥിരത ഇല്ലാത്ത ഒരാള് ചിരിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. ആ ചിരി യഥാർത്ഥ ആനന്ദമല്ല എന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തിരിച്ചറിയണം. കാരണം അയാൾ എന്തൊക്കെയോ ഇമാജിൻ ചെയ്തിട്ടാണ് ചിരിച്ചുകൊണ്ട് നടക്കുന്നത്. യഥാർത്ഥ ബുദ്ധിയുള്ള അല്ലെങ്കിൽ വിദ്യാസമ്പന്നനായ ഒരാൾക്ക് പെർമനന്റ് ഹാപ്പിനെസ് അനുഭവിക്കാനും സാധിക്കുന്നില്ല ഈ ഭൗതിക ലോകത്ത്. അവിടെയാണ് അതീന്ദ്രിയ ആനന്ദം എന്താണെന്ന് തിരിച്ചറിയേണ്ട ബാധ്യത നമുക്കുള്ളത്. ശ്ലോകം 19 പറയുന്നത്, ജനങ്ങൾക്ക് സുഖം നേടുന്നതിനും ദുഃഖം ഒഴിവാക്കുന്നതിനും എങ്ങനെയെന്ന് അറിഞ്ഞാൽ പോലും മരണത്തിന് തങ്ങൾക്ക് മേൽ പ്രഭാവം ചെലുത്താൻ കഴിയാതാക്കുന്ന പ്രക്രിയ അവർക്കറിയില്ല. അപ്പൊ എത്രയൊക്കെ കഠിന ശാസ്ത്രങ്ങളും കഠിന വിദ്യാഭ്യാസവും കഠിന സമ്പത്തും ഒക്കെ ശേഖരിച്ചു വെച്ചാലും അയാൾക്ക് മരണത്തെ അതിജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ അതീന്ദ്രിയ ജ്ഞാനം കിട്ടിയ ഒരാൾക്ക് മരണത്തെ അതിജീവിക്കാൻ സാധിക്കും. അത് എപ്രകാരം എന്ന് ചോദിച്ചാൽ, അതീന്ദ്രിയ ജ്ഞാനം അറിയുന്ന ഒരാൾക്ക് ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്നും ആ ആത്മാവിന് നാശമില്ല എന്നും ഭഗവത്ഗീതയുടെ ന ജായതേ മ്രിയതേ വാ കഥാചിൻ ന്യായം ഭൂത്വ ഭവിത വാന ഭൂയ അജോ നിത്യം ശാശ്വതോയം പുരാണോ നാഹന്യതേ ഹന്യമാനേ ശരീരേ. അതായത് ശരീരം നശിക്കുമായിരിക്കും, പക്ഷേ അതിനകത്തിരിക്കുന്ന ആത്മാവിന് നാശമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു അതീന്ദ്രിയ ജ്ഞാനിക്ക് ഒരിക്കലും മരണം സംഭവിക്കുന്നില്ല. കാരണം അയാൾക്ക് ആത്മാവിനെ അതീന്ദ്രിയ ധാമത്തിൽ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അതീന്ദ്രിയ ധാമത്തിലുള്ളതെല്ലാം പെർമനന്റ് ആണ്. ആ പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ആ പൊസിഷനിലേക്ക് എത്താനാണ് ഓരോ ബുദ്ധിയുള്ള മനുഷ്യനും ശ്രമിക്കേണ്ടത് എന്നാണ് സാരം. ശ്ലോകം 20 പറയുന്നു, മരണം ഒട്ടും തന്നെ ഹൃദ്യമല്ല. എല്ലാവരും വധശിക്ഷ നടപ്പാക്കേണ്ട സ്ഥലത്തേക്ക് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ പോലെ ആകയാൽ ഭൗതിക വസ്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ അവ നൽകുന്ന സുഖങ്ങളിൽ നിന്ന് എങ്ങനെ സന്തോഷം കിട്ടാനാണ്? അപ്പോൾ ഇവിടെ പറയുന്നു, നമ്മൾ ഓരോരുത്തരും വധിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. മരണം നമ്മളിൽ വന്നെത്തുന്ന തന്നെ ചെയ്യും.
അപ്പം മരണത്തിലേക്കാണ് ഓരോ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ആഘോഷമായിട്ട് കൊണ്ടാടുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും മരണത്തോട് ഓരോ വർഷം അടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്രകാരം നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ച് മരണത്തിലേക്ക് അടുക്കുന്നു. മരണത്തിലേക്ക് അടക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ വളരെയധികം ഭയപ്പാടുണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു. കാരണം ആർക്കും മരിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഈ മരിക്കുന്നത് ഈ ശരീരമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷം തോന്നാൻ തുടങ്ങും. അതാണ് യഥാർത്ഥ ആത്മീയ ആനന്ദത്തിന്റെ ആദ്യ പടി. ഈ ആത്മാവിന് നാശമില്ല തന്നെ. ആത്മാവിന് നാശമില്ലെങ്കിൽ പിന്നെ മരണത്തെ ഭയക്കുന്നത് എന്തിനാണ്? അപ്പോൾ ആത്മാവിന് നാശമില്ലാത്തിടത്തോളം കാലം ആത്മീയ ആനന്ദം നേടാൻ അർഹതപ്പെട്ടവനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേക്ക് തിരിയുന്നത്. ശ്ലോകം 21 പറയുന്നു, സ്വർഗീയ ആസ്വാദനത്തിന് വേണ്ടി സ്വർഗത്തിലേക്കുള്ള ഉയർച്ച തുടങ്ങി നാം കേൾക്കുന്ന വിഷയസുഖങ്ങളെല്ലാം നമ്മൾ ഇതിനകം അനുഭവിച്ചിട്ടുള്ള ഭൗതിക സുഖങ്ങൾ പോലെ തന്നെയാണ്. അതായത് ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് മോക്ഷം കിട്ടി സ്വർഗത്തിലെത്താം, അവിടെ പോയി സുഖിക്കാം എന്ന് ചിന്തിച്ചാൽ ഭൂമിയിലുള്ളതിനേക്കാൾ 10 മടങ്ങ് സുഖം അവിടെ കിട്ടും. പക്ഷെ ആ സുഖവും കുറെ കാലം കഴിയുമ്പോൾ ഇല്ലാണ്ടാകും, അല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ നിഷ്കാസിതനാകാൻ ഇടയാകും. കാരണം ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി. പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗലോകത്ത് നമുക്ക് താമസിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. അവിടുന്ന് നമ്മൾ വീണ്ടും ചവിട്ടി പുറത്താക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ വരുന്നത് മർത്യലോകത്തായിരിക്കും. അപ്പൊ മർത്യലോകത്ത് വന്ന് വീണ്ടും ജനിച്ചും മരിച്ചും ഇങ്ങനെ ഈ ഭൗതിക ലോകത്ത് കഷ്ടപ്പെട്ട് കഴിയേണ്ടി വരും. പെർമനന്റ് സന്തോഷം ആർക്കും അനുഭവിക്കാൻ സാധിക്കില്ല. രണ്ടും അസൂയാലും ദേഷ്യത്താലും ജീർണതയാലും മരണത്താലും മരണപ്പെട്ടതാണ്. സ്വർഗലോകത്തെ ജീവിതവും ഭൗതിക ലോകത്തെ ജീവിതവും, അല്ലെങ്കിൽ ഈ മനുഷ്യലോകത്തിന്റെ മർത്യലോകത്തിലെ ജീവിതവും മലിനപ്പെട്ടതാണ്. അതുകൊണ്ട് കാർഷിക വിളകളുടെ രോഗങ്ങൾ, കീടശല്യം, വരൾച്ച മുതലായവയിൽ നിന്ന് കൃഷിഭൂമിയിൽ നിന്ന് വിളവെടുക്കാനുള്ള ഉദ്യമം നിഷ്ഫലമാകുന്നത് പോലെ ഭൂമിയിൽ നിന്നായാലും സ്വർഗത്തിൽ നിന്നായാലും സുഖം നേടാൻ ഉദ്യമിക്കുന്നത് എണ്ണമറ്റ തടസ്സങ്ങളാൽ എല്ലായ്പ്പോഴും നിഷ്ഫലമായി തീരും. അപ്പോൾ നമ്മൾ ഒരു കൃഷി താലോലിച്ച് വളർത്തിക്കൊണ്ടു വരുമ്പോൾ ഏതെങ്കിലും കൃമികീടത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ അത് അപ്പാടെ നശിച്ചു പോയാൽ അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കില്ലല്ലോ. അതുപോലെയാണ് ഈ ഭൗതിക ലോകത്ത് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന നാം കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിച്ചു കൂട്ടിയാലും ആ പണത്താൽ നമുക്ക് സന്തോഷം കിട്ടുമോ? അല്ലെങ്കിൽ സുഖം കിട്ടുമോ? ഇത്രയും പണവും സമ്പത്തും ഉണ്ടായിട്ടും ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഐസിയുല് അബോധാവസ്ഥയിൽ കിടന്ന് മരണത്തെ പൊൽകേണ്ടി വരില്ലേ? അവിടെ പണം നമ്മളെ രക്ഷിക്കാൻ വരില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഭൗതിക ലോകം എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ശ്ലോകം 22 പറയുന്നു, വൈദിക യജ്ഞങ്ങളും ആചാരങ്ങളും വിധിപ്രകാരം അനുഷ്ഠിച്ചാൽ ഒരുപക്ഷെ അടുത്ത ജന്മത്തിൽ സ്വർഗതുല്യമായ സ്ഥാനം കിട്ടുമായിരിക്കും. ഫലകാംക്ഷ കർമ്മങ്ങളുടെ ഫലപ്രദമായ നിർവഹണത്തിലൂടെ മാത്രം നേടാൻ കഴിയുന്ന ഈ ഫലം പോലും ക്രമേണ ഇല്ലാതാകപ്പെടുക തന്നെ ചെയ്യും. വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടിയും വരും. ശ്ലോകം 23 പറയുന്നു, ഒരുവൻ ഭൂമിയിൽ ദേവന്മാരുടെ സംതൃപ്തിക്ക് വേണ്ടി യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാൽ സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അവിടെ തന്റെ യജ്ഞങ്ങളാൽ നേടിയ സ്വർഗീയ സുഖങ്ങളെല്ലാം ഒരു ദേവനെ പോലെ തന്നെ ആസ്വദിക്കുവാനും സാധിക്കും. എന്നാൽ ആചാരപരമായ യജ്ഞങ്ങളുടെ നിർവാഹകൻ സ്വർഗീയ ലോകങ്ങൾ പ്രാപിച്ച് ഭൂമിയിലെ സ്വപുണ്യത്തിന്റെ ഫലമായി നേടുന്ന തിളങ്ങുന്ന വിമാനത്തിൽ സഞ്ചരിച്ചെന്നിരിക്കും. ഗന്ധർവന്മാരാൽ ആലപിക്കപ്പെടുന്ന ഗാനങ്ങളാൽ സ്തുതിക്കപ്പെട്ടും അത്ഭുതകരമായ മനോഹാരിതയുള്ള വസ്ത്രങ്ങൾ ധരിച്ചും സ്വർഗീയ ദേവതകളാൽ ചുറ്റപ്പെട്ടും ജീവിതം ആസ്വദിക്കാൻ സാധിക്കുമായിരിക്കും സ്വർഗലോകത്ത്. എന്നാലും ശ്ലോകം 25 പറയുന്നു, യജ്ഞങ്ങളുടെ ഫല ആസ്വാദകൻ സ്വർഗീയ സ്ത്രീകളുടെ അകമ്പടിയോടുകൂടി കിലുങ്ങുന്ന മണിവൃത്തങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും ആഗ്രഹിക്കുന്ന എവിടേക്കും പറക്കുന്നതുമായ ഒരു അത്ഭുതമായ വിമാനത്തിൽ ഉല്ലാസ സവാരി നടത്തും. സ്വർഗീയ ക്രീഡോദ്യാനങ്ങളിൽ നിർവൃതിയോടെ കഴിയുന്ന അയാൾ തന്റെ പുണ്യഫലങ്ങൾ ക്ഷയിക്കുകയാണെന്നും താൻ മർത്യലോകത്തിലേക്ക് ഉടൻ അധപ്പതിക്കും എന്നും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ തന്നെയും അത് കണക്കാക്കാതെ ഇതാണ് സുഖം എന്ന് പറഞ്ഞ് അവിടെ സുഖത്തിൽ മുഴുകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഓരോ നിമിഷം കഴിയും തോറും ആ പുണ്യഫലം ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന സത്യം അയാൾ തിരിച്ചറിയില്ല. അവസാനം മർത്യലോകത്ത് വരേണ്ടിയും വരും. ശ്ലോകം 26 പറയുന്നു, യജ്ഞങ്ങളുടെ നിർവാഹകൻ തന്റെ പുണ്യഫലങ്ങൾ സമാപിക്കുന്നത് വരെ സ്വർഗീയ ലോകങ്ങളിൽ ജീവിതം ആസ്വദിക്കുന്നു. എന്നാൽ പുണ്യഫലങ്ങൾ ക്ഷയിക്കുമ്പോൾ ശാശ്വതമായ കാലത്തിന്റെ ശക്തിയാൽ തന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി അവിടെ നിന്ന് താഴേക്ക് പതിക്കുകയും ചെയ്യും.
അപ്പോ ഈ പോകുന്ന ജീവാത്മാവിന് സ്വർഗീയ സുഖങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാൻ താല്പര്യം ഉണ്ടാവില്ല. അവിടെ തന്നെ കടിച്ചു തൂങ്ങാനായിരിക്കും താല്പര്യം. പക്ഷേ കാലത്തിന്റെ പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ച്, പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ അവിടുത്തെ പുണ്യങ്ങളെല്ലാം ക്ഷീണിച്ചു കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ മർത്യലോകത്ത് വരേണ്ടി വരും. അതാണ് ധർമ്മം, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള നീതി. റിസൾട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ശ്ലോകം 27-29 പറയുന്നു, ഒരു മനുഷ്യൻ അസത്സംഗ നിമിത്തമോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലുള്ള പരാജയം മൂലമോ പാപകരമായ അധാർമികമായ പ്രവൃത്തികളിൽ വ്യാപൃതമാകുന്ന പക്ഷം തീർച്ചയായും അയാൾ കാമാത്മാവും ലുബ്ധനും ദുരാഗ്രഹിയും സ്ത്രീലമ്പടനുമായി തീരും. മനസ്സ് അത്യന്തം മലിനമാകുമ്പോൾ ഒരുവൻ വൈര സ്വഭാവമുള്ളവനും അക്രമാസക്തനും ആയിത്തീരും. വേദവിരുദ്ധമായി ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി നിഷ്കളങ്കരായ മൃഗങ്ങളെ കൊല്ലുകയും ചെയ്യും. സംഭ്രാന്തരായ അവൻ ഭൂതപ്രേതാദികളെ ആരാധിക്കുകയും അനധികൃത പ്രവൃത്തികളുടെ പിടിയിൽ അകപ്പെടുകയും അപ്രകാരം നരകത്തിലേക്ക് പതിക്കുകയും ചെയ്യും. അപ്പോ ഒരു പരിശുദ്ധനായ ആത്മാവ് ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദുഷ്ടപ്രവൃത്തികൾ ചെയ്താൽ അവൻ സ്വർഗത്തിൽ എത്തുന്നതിന് പകരം നരകത്തിലായിരിക്കും പതിക്കുക. അപ്പോ ഓരോരുത്തർക്കും സ്വയം ചിന്തിക്കാം, താൻ എത്രത്തോളം നരകത്തിലേക്ക് പോകും, എത്രത്തോളം സ്വർഗത്തിലേക്ക് പോകുമെന്ന്. ഇതിൽ നിന്നെല്ലാം വിടുതൽ നേടി നരകത്തിലേക്കും പോകണ്ട, സ്വർഗത്തിലേക്കും പോകണ്ട, എന്നാൽ വൈകുണ്ഠ ലോക പ്രാപ്തി നേടാൻ എങ്ങനെ സാധിക്കും എന്ന് വേണം ഒരു ബുദ്ധിമാൻ ചിന്തിക്കേണ്ടത് എന്നർത്ഥം. ശ്ലോകം 30 പറയുന്നു, സ്വർഗം മുതൽ നരകം വരെയുള്ള എല്ലാ ലോകങ്ങളിലും 1000 ചതുർയുഗങ്ങളോളം ജീവിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദേവന്മാർക്കും ഭഗവാന്റെ കാലസ്വരൂപത്തിൽ പേടിയുണ്ട്. ഏറ്റവും ഉയർന്ന ആയുസ്സുള്ള ബ്രഹ്മാവ് പോലും ഭഗവാനെ ഭയപ്പെടുന്നു. ബ്രഹ്മാവിന് പോലും മരണമുണ്ട്, അവസാനമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അബ്രഹ്മ പുവനാർ ലോക പുനരാവർത്തനോ അർജുന, അതായത് ബ്രഹ്മലോകത്ത് എത്തിപ്പെട്ടാൽ പോലും പുനരാവർത്തനം ഉണ്ട് അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത്. അതേ കാര്യം തന്നെ ഇപ്പൊ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ബ്രഹ്മാവായി മാറിയാൽ പോലും അയാൾക്കും മരണമുണ്ട് എന്ന് സാരം. അപ്പോ പിന്നെ എന്താണ് അർത്ഥം? ഈ ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലേക്കൊക്കെ മോക്ഷം നേടി പോയിട്ട് എന്ത് ഗുണം എന്നാണ് ചോദിക്കുന്നത്. ശ്ലോകം 31 പറയുന്നു, ഭൗതിക ഇന്ദ്രിയങ്ങൾ ഭൗതിക കർമ്മങ്ങളെ പുണ്യകരമായാലും പാപകരമായാലും സൃഷ്ടിക്കുകയും ത്രിഗുണങ്ങൾ ഇന്ദ്രിയങ്ങളെ ചലനസജ്ജമാക്കുകയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളാലും ത്രിഗുണങ്ങളാലും വ്യാപൃതമാക്കപ്പെടുന്നതിലൂടെ ജീവസത്തയ്ക്ക് വിവിധ കർമ്മഫലങ്ങൾ അനുഭവേദ്യവുമാകുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ജനിച്ചും മരിച്ചും കഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് വേറിട്ട അസ്തിത്വം ഉണ്ടെന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം ജീവസത്ത വ്യത്യസ്ത രൂപങ്ങളിൽ ജനിക്കുവാനും ഭൗതിക അസ്തിത്വത്തിന്റെ വൈവിധ്യങ്ങൾ അനുഭവിക്കുവാനും ബാധ്യസ്ഥനാകുന്നു. അപ്രകാരം ജീവസത്ത പ്രകൃതി ഗുണങ്ങൾക്ക് കീഴിൽ ഫലേച്ഛ കർമ്മങ്ങളുടെ ആശ്രയത്തിൽ തുടരുക തന്നെ ചെയ്യും. ശ്ലോകം 33 പറയുന്നു, ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് വിധേയനായി കാമ്യകർമ്മങ്ങളുടെ ആശ്രയത്തിൽ കഴിയുന്ന ഒരു ബദ്ധാത്മാവ് ഭഗവാനെ ഭയപ്പെടുന്നത് തുടരുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഫലകാംക്ഷാ കർമ്മങ്ങൾക്കുള്ള ഫലങ്ങൾ ഭഗവാനാണ് നൽകുന്നത്. പ്രകൃതി ഗുണങ്ങളുടെ വൈവിധ്യങ്ങളെ യാഥാർത്ഥ്യമായി കാണുന്ന ജീവിതത്തിന്റെ ഭൗതിക സങ്കല്പം സ്വീകരിക്കുന്നവർ സ്വയം ഭൗതിക ആസ്വാദനത്തിന് സമർപ്പിക്കുകയും അതുമൂലം സദാ വ്യസനത്തിലും വിലാപത്തിലും മഗ്നരും ആകുന്നു. അപ്പോൾ ഇതൊന്നും തിരിച്ചറിയാത്ത ഒരു ജീവാത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാം പ്രവർത്തിച്ചു കൂട്ടുന്നു. പുണ്യമായാലും പാപമായാലും അതിന്റെ റിസൾട്ട് അനുഭവിക്കാൻ അവൻ ബാധ്യസ്ഥനാണ് എന്ന് തിരിച്ചറിയുന്നില്ല എന്ന് സാരം. ശ്ലോകം 34 പറയുന്നു, ഭൗതിക ഗുണങ്ങളുടെ വിക്ഷോഭവും പരസ്പര പ്രവർത്തനവും ഉള്ളപ്പോൾ ജീവസത്തകൾ ഭഗവാനെ സർവശക്തമായ കാലം, ആത്മാവ്, ധർമ്മം, വിശ്വപ്രപഞ്ചം, സ്വസ്വഭാവം എന്നിങ്ങനെ പല വിധത്തിൽ ചിന്തിക്കുന്നു. ശ്ലോകം 35 പറയുന്നു, ശ്രീ ഉദ്ധവർ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് പ്രകൃതി ഗുണങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ആ ഗുണങ്ങളാൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് സുഖദുഃഖങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ ദേഹിക്ക് പ്രകൃതി ഗുണങ്ങളാൽ എങ്ങനെ ബന്ധിതനാകാതിരിക്കാൻ സാധിക്കും? അങ്ങനെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഓരോന്ന് പ്രവർത്തിച്ചു കൂട്ടുമ്പോൾ ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മാവിന് എങ്ങനെയാണ് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം നേടേണ്ടതെന്നാണ് ഉദ്ധവര് ഇപ്പോൾ ഭഗവാനോട് ചോദിക്കുന്നത്. ആത്യന്തികമായി ജീവസത്ത അതീന്ദ്രിയനാണെന്നും ഭൗതിക ലോകവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഭഗവാൻ പറയുന്നു. ആ നിലയ്ക്ക് എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയാൽ നമ്മൾ ബന്ധിക്കപ്പെടുന്നത്? അപ്പോൾ വീണ്ടും ജന്മം എടുക്കുന്നത് എങ്ങനെയെന്നാണ് ഉദ്ധവർ ചോദിക്കുന്നത്.
ശരിക്കും ഉള്ളിലിരിക്കുന്ന ആത്മാവിന് ഈ ഭൗതിക പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. ആ ബന്ധമെല്ലാം ശരീരം ത്രൂ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് വിടുതൽ നേടിയാൽ ആ ആത്മാവ് സ്വതന്ത്രനാകണ്ടേ എന്നാണ് ഉദ്ധവൻ ചോദിക്കുന്നത്. ശ്ലോകം 36-37 പറയുന്നു, അല്ലയോ അച്യുത, ഒരേ ജീവാത്മാവ് ചിലപ്പോൾ നിത്യബദ്ധനായും മറ്റു ചിലപ്പോൾ നിത്യമുക്തനായും വിവരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ജീവാത്മാവിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഭഗവാനെ, തത്വശാസ്ത്രപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വിദഗ്ധരായവർ ഏറ്റവും ശ്രേഷ്ഠൻ ഭഗവാൻ തന്നെയാണ്. നിത്യമുക്തനും നിത്യബദ്ധരുമായ ജീവാത്മാക്കൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്ന ലക്ഷണങ്ങൾ ദയവായി എനിക്ക് വിവരിച്ചു തന്നാലും. അവൻ സ്ഥിതി ചെയ്യുന്നതും ആസ്വദിക്കുന്നതും ഭക്ഷിക്കുന്നതും വിസർജിക്കുന്നതും ശയിക്കുന്നതും ഇരിക്കുന്നതും ചലിക്കുന്നതും ഏതൊക്കെ രീതിയിലാണ്? അപ്പൊ ഉദ്ധവർ ഓരോന്നോരോന്നായിട്ട് ചോദിക്കുകയാണ്. ഭഗവാനോട് അർജുനൻ ഭഗവത്ഗീതയിൽ ചോദിച്ചതുപോലെ തന്നെ ഒരു ഉത്തമ യോഗി എപ്രകാരം നിൽക്കും, എപ്രകാരം നടക്കും, എപ്രകാരം ചിന്തിക്കും എന്ന് അർജുനൻ ചോദിച്ചിരുന്നു. അതേപോലെ ഇവിടെ ഉദ്ധവർ ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ഈ നിത്യമുക്തനായിട്ടുള്ള ജീവാത്മാവ് നിത്യബദ്ധനായും നിത്യമുക്തനായും എപ്രകാരമാണ് തുടരുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തിരിച്ചറിയുക? നിത്യമുക്തമായ ഒരു ആത്മാവിനെയും നിത്യബദ്ധനായ ഒരു ആത്മാവിനെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇപ്പോൾ ഞാൻ ഈ ശരീരത്തിനകത്ത് ഇരുന്നു കൊണ്ട് നിത്യമുക്തനാണോ നിത്യഭക്തനാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നാണ് ഉദ്ധവർ ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം വരുന്ന അധ്യായങ്ങളിലൂടെ വിവരിച്ച് കാണാം. അപ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ കാമ്യകർമ്മത്തിന്റെ സ്വഭാവം എന്ന 10ാം അധ്യായത്തിന് ദിവ്യപൂജ്യ ശ്രീമദ് ദേശി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരുടെ എളിയ ശിഷ്യന്മാർ നൽകിയ ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. ഹരിബോൽ, ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.